ഇത് നിവിൻ്റെ ഓണമാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ നിവിൻ പോളി തന്റെ ഏറ്റവും സ്ട്രോങ് ജോണറിൽ തന്നെ ഓണം കളറാക്കാൻ എത്തിയിരിക്കുകയാണ്. റിലീസായ ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ മികച്ച റെസ്പോൺസാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിന് ലഭിച്ചത്. 2.5 മണിക്കൂറിൽ അധികമുള്ള സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരങ്ങളിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പരിചയം പോലും വേണ്ടാണെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സമയമത്രയും കടന്നു പോകുന്നതറിയാതെ നർമ്മത്തിൽ ചാലിച്ച നല്ല ഒരു സിനിമാനുഭവം തന്നെയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. തമാശക്ക് പറഞ്ഞാണേ. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ ഗിരീഷ് ഏടിയുടെ സിനിമ എന്നതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഈ ചിത്രത്തിന് പ്രേക്ഷകർ റിലീസിന് മുന്നേ തന്നെ ഉറപ്പിച്ചതാണ്. ഗിരീഷ് ഏടി ചിത്രങ്ങളോടുള്ള ആ വിശ്വാസം ഉടയാതെ പ്രേക്ഷകരെ നല്ല രീതിയിൽ തന്നെ തൃപ്തിപ്പെടുത്താൻ ബെത്ലഹേം കുടുംബ യൂണിറ്റിന് സാധിച്ചിട്ടുമുണ്ട്. ഇതൊരു പ്ലസന്റ് പടമാണ്. റോംകോം ജോണറിലെത്തിയ സിനിമ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു എന്നതാണ് ഈ നല്ല അഭിപ്രായങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. ഗിരീഷ് ഏടി നിവിൻ പോളി കോംബോ പ്രേക്ഷകർ അത്രമേൽ കാത്തിരുന്ന ഒന്നാണ്. ആ വരവ് വൻ വിജയമാകുമെന്നതിന്റെ സൂചന സിനിമയുടെ ആദ്യ ഷോകൾ കഴിയുമ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്തു. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ബെത്ലഹേം കുടുംബ യൂണിറ്റിനുണ്ട്. ഗിരീഷ് ഏടിയുടെ തന്നെ സൂപ്പർ ശരണ്യയിൽ നായികയുടെ കൂട്ടുകാരിയായി എത്തിയ മമിത പിന്നീട് പ്രേമലുവിലൂടെ യൂത്തിന്റെ പ്രിയപ്പെട്ട നായികയായി. ഇപ്പോൾ നിവിന്റെ ഒപ്പമുള്ള ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പെർഫോമൻസും മമിതയ്ക്ക് ഏറെ കയ്യടി നേടിക്കൊടുക്കുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന 6ാമത്തെ ചിത്രമാണിത്. ഗിരീഷ് ഏടിയോടൊപ്പം കിരൺ ജോസിയും ചേർന്നാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഓണം റിലീസായി പൃഥ്വിരാജിന്റെ ഖലീഫയുമൊത്തുള്ള ക്ലാഷിലെത്തുമ്പോൾ കുടുംബ പ്രേക്ഷകർ ഒന്നുകൂടി പ്രിഫർ ചെയ്യുക ബെത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാകും. ഗിരീഷ് ഏടിയുടെ റൊമാൻറ്റിക് കോമഡി ചിത്രം പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ തന്നെ വർക്കായി എന്ന് പറയാം. ഫീൽ ഗുഡ് മോഡിൽ നിവിൻ കൂടി എത്തുമ്പോൾ ഈ ഓണത്തിന് പ്രേക്ഷകർക്ക് അത് ഇരട്ടി മധുരം തന്നെയാണ് സമ്മാനിക്കുന്നത്. സിനിമ കഴിഞ്ഞ് തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ സിനിമയിലുടനീളം ആസ്വദിച്ച ചിരിയുടെ ബാക്കി പ്രേക്ഷകന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരിക്കും. വലിയ അത്ഭുതങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ചിത്രവുമായി പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന ഫീൽ ഗുഡ് തന്നെയാണ് ഗിരീഷ് ഏടി പടങ്ങളുടെ പ്രത്യേകത. ഒപ്പം നിവിൻ പോളിയും മമിത ബൈജുവും കൂടിയെത്തിയപ്പോൾ സംഭവം ഒന്നുകൂടി കളറായി. ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയ സിനിമ, അതാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്.